നിലമ്പൂരിൽ പി.വി. അൻവർ രാജിവെച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ ആര് എന്ന ചോദ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. UDF ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പേരുകളിൽ പ്രധാനികളായി 4 പേരുടെ പേരുകൾ വന്നു. അതിൽ 2 എണ്ണം പി.വി. അൻവർ തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കിയ 2 പേരുകളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് DCC അധ്യക്ഷനായ VS ജോയിയുടെ പേരാണ്. KSU രാഷ്ട്രീയത്തിലൂടെ KSUയുടെ സംസ്ഥാന പ്രസിഡന്റായൊക്കെ കടന്നു വന്ന VS ജോയി. ആ VS ജോയിയെ DCC അധ്യക്ഷനായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി മൃഗീയമായൊരു വിജയം പാലക്കാട്ടുണ്ടായതുപോലെ തന്നെ നിലമ്പൂരിലും നേടിക്കൊടുക്കുമെന്ന് പി.വി. അൻവർ പറയുന്നു. അത് തൊട്ടു പിന്നാലെ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റിയുള്ള പരാമർശം ഉണ്ടാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ താൻ ഇടപെടില്ല എന്ന് പറഞ്ഞ പി.വി. അൻവർ പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനും പിന്തുണ നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ 2 പേരുകൾ മുൻപിലേക്ക് വെക്കുമ്പോൾ ആ 2 പേരുകളല്ലാതെ മറ്റ് 2 പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി മാറിയത് കെ മുരളീധരന്റെ പേരാണ്. ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരൻ നിലമ്പൂരിലും സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട്. അതല്ലാതെ പിന്നീടുള്ളത് VT ബൽറാമിന്റെ പേരാണ്. ഈ പേരുകളൊന്നുമല്ലാതെ, അതായത് ഇവിടെ VS ജോയിയുടെ പേര് പരാമർശിക്കപ്പെടുകയാണെങ്കിൽ പി.വി. അൻവറിന്റെ നോമിനി അല്ലെങ്കിൽ പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് വിഷയത്തെ വ്യതിചലിപ്പിച്ച് വിട്ടുകൊണ്ട് അത് മറ്റൊരു തരത്തിൽ ഇടതുപക്ഷവും BJPയും ഉപയോഗപ്പെടുത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് VS ജോയി അല്ലാതെ മറ്റൊരു പേരായി ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കുകയാണ് എങ്കിൽ ആര്യാടൻ വിമത വിഭാഗവും ആര്യാടനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗവും എന്ന തരത്തിൽ നിലമ്പൂരിൽ 2 തട്ടിലായ കോൺഗ്രസിന്റെ പടലപ്പിണക്കങ്ങൾ രൂക്ഷമാക്കിയ ഒരു നേതാവ് കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെയും പരിഗണിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും ഒക്കെ തീരുമാനമെടുക്കുകയാണ് എങ്കിൽ ഇവർ 2 പേരല്ലാതെ പിന്നീട് ആര് നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ചോദ്യങ്ങൾക്ക് വന്ന പകരപ്പേരുകളാണ് കെ മുരളീധരന്റെയും VT ബൽറാമിന്റെയും പേര്. ഇവിടെ കെ മുരളീധരൻ വട്ടിയൂർക്കാവല്ലാതെ ഇനി ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനില്ല എന്നും ഒരു ഉപതെരഞ്ഞെടുപ്പുകളിലും താൻ മത്സരിക്കുകയില്ല എന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ താൻ മത്സരിക്കുകയുള്ളൂ എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ കെ മുരളീധരൻ നടത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. പിന്നീടുള്ളത് VT ബൽറാമാണ്. തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി കൈവിട്ടുപോയ തൃത്താല മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സജീവ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന VT ബൽറാമിനെ സംബന്ധിച്ച് തൃത്താലയല്ലാതെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിച്ചാൽ അത് പിന്നീട് തനിക്കൊരു അടിസ്ഥാനമില്ലാത്ത തരത്തിലേക്ക് ആ വിജയം മാറിപ്പോകുമെന്ന ചിന്തയുടെ പുറത്തായിരിക്കണം VT ബൽറാമും ആ കാര്യത്തിൽ കൃത്യമായ പ്രതികരണമൊന്നും തന്നെ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ VT ബൽറാമും കെ മുരളീധരനും അതുപോലെ തന്നെ VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും അല്ലാതെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പിന്നീട് ആരെ മത്സരിപ്പിക്കണമെന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ തന്നെയുള്ള മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പ്രാദേശിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ചാനൽ ചർച്ചകളിൽ UDF-ന്റെ ഏറ്റവും കരുത്താർന്ന മുഖമായി കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന KPCC മെമ്പറായിരുന്ന യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സജീവ മുഖങ്ങൾ തുറന്നുകാട്ടിയ KP നൌഷാദ് അലിയാണ് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര്. കോൺഗ്രസിനുള്ളിലെ കരുത്താർന്ന ഇന്നത്തെ യുവ നേതാക്കന്മാരെ വാർത്തെടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടാലന്റ് ഹണ്ട്. ആ ടാലന്റ് ഹണ്ടിൽ തൻ്റെ കഴിവ് എം ലിജുവിനോടൊപ്പം മാത്യു കുഴൽനാടനോടൊപ്പം തെളിയിച്ച് മുൻനിരയിലേക്ക് വന്ന KP നൌഷാദ് അലി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, KPCC മെമ്പറായിരുന്നു, KPCC സെക്രട്ടറി ആയിരുന്നു. കൂടാതെ വയനാട്ടിൽ റായ്ബ്രേലിയിൽ മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബ്രേലി തിരഞ്ഞെടുത്തപ്പോൾ വയനാട്ടിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ പിന്നീട് ആരെ എന്ന ചോദ്യത്തിന് മുൻനിരയിൽ വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു നൌഷാദ് അലി. അന്തിച്ചർച്ചകളിൽ കോൺഗ്രസിന്റെ കരുത്താർന്ന മുഖമായി തിളങ്ങി നിൽക്കുന്ന KP നൌഷാദ് അലിയെ കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വന്ന് വിജയിച്ച കരുത്ത് തെളിയിക്കുവാൻ സാധിച്ചുവെങ്കിൽ മലപ്പുറത്ത് തന്നെയുള്ള KP നൌഷാദ് അലിക്ക് വളരെ നിഷ്പ്രയാസം വിജയിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമേ നിലമ്പൂരിലുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത് 1, കോൺഗ്രസിന്റെയും ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പിന്തുണയുള്ള ഒരു നേതാവ്; 2, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിൽ ഏകീകരണം ഉണ്ടാക്കുവാൻ കഴിയുന്ന നേതാവ്; പി.വി. അൻവറിന്റെ പിന്തുണ; സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യം. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും KP നൌഷാദ് അലിക്ക് നിഷ്പ്രയാസം വിജയിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ
ഏറ്റവും മുൻനിരയിലെ പ്രധാനപ്പെട്ട പേരുകളിലൊന്നായി ഇപ്പോൾ പരിഗണിക്കുന്നത് KP നൗഷാദ് അലിയുടെ പേരാണ്. ഇടതുപക്ഷത്ത് M സ്വരാജ് അല്ലാതെ മറ്റാരുടെയും പേരുകൾ ഇതുവരെ ചർച്ച ചെയ്ത് കേൾക്കുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ കുറച്ചുകൂടി കടുക്കുമ്പോൾ ആരായിരിക്കും നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ LDF UDF പാളയങ്ങളിൽ മത്സരിക്കുവാൻ പോകുന്നതെന്ന് കണ്ടറിയാം.